ആ നിർത്ത്. നിർത്ത്. എന്താ ഏട്ടാ? ഇപ്പോൾ സ്കൂൾ ടൈമാണ്. പുറത്തുനിന്നുള്ള വണ്ടികളൊന്നും അകത്തോട്ട് കയറ്റി വിടാൻ പറ്റില്ല. അല്ല, അത് പിന്നെ എൻ്റെ പേര് സച്ചി. ഇവിടെ സ്കൂൾ ബസ് ഡ്രൈവറുടെ ജോലി ഒഴിവിലേക്ക് എന്നെ നിയമിച്ചിട്ടുണ്ട്. സ്കൂൾ മാനേജർ വരാൻ പറഞ്ഞനുസരിച്ച് ഞാൻ വന്നതാ. ഓ അത് ശരി. സോറി. കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് വെക്കോളൂ. ഓ ശരി. ആരാ മനസ്സിലായില്ല? സാർ, ഞാൻ സച്ചി. രാവിലെ വിളിച്ചിരുന്നു. നമ്മുടെ ബസ് ഡ്രൈവറുടെ വേക്കൻസിയിലേക്ക് അല്ലേ? അതെ. സച്ചി ഓഫീസിലേക്ക് വിളിച്ചിരുന്നോ? കുറച്ചു മുമ്പ് വിളിച്ചായിരുന്നു. സാലറിയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ. സച്ചി ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. അച്ഛനെ കൊണ്ട് ഇനി ജോലി ചെയ്യിക്കണ്ടെന്ന് കരുതി മകൻ ജോലി ഏറ്റെടുത്തു അല്ലേ? രാവിലെ കുട്ടികളെ സമയത്തിന് പിക്കപ്പ് ചെയ്യണം. വൈകുന്നേരം തിരിച്ച് സുരക്ഷിതമായി കൊണ്ടുവിടണം. സമയനിഷ്ഠ വളരെ പ്രധാനമാണ്. അതുപോലെ ഡ്രൈവിംഗിൽ ഒരു തരത്തിലുള്ള അശ്രദ്ധയും പാടില്ല. ശരി. ചെറിയ കുട്ടികളാണ്. അവരുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. വാഹനം അമിത വേഗതയിൽ ഓടിക്കരുത്. കുട്ടികളെ ഇറക്കുകയും കയറ്റുകയും ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മദ്യപിക്കരുത്, പുകവലിക്കരുത്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഒന്നും ഉപയോഗിക്കരുത്. ഇല്ല സാർ, റോഡ് നിയമങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണ് സാർ ഞാൻ. ചെറിയ പ്രായം മുതലേ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആളാണ് ഞാൻ. ഗുഡ്. ഞാൻ പരമാവധി ഉത്തരവാദിത്തത്തോട് ജോലി ചെയ്യും. അല്ല സാർ, ഞാൻ എപ്പോഴാണ് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടത്? നാളെ മുതൽ വന്നോളൂ. ബസ്സും റൂട്ടും ഒക്കെ അതിന്റെ ചാർജിലുള്ള സ്റ്റാഫ് പറഞ്ഞുതരും. ഓഫീസിലേക്ക് ചെന്നാൽ മതി. ശരി സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല സ്കൂള്, കൊള്ളാം. അമ്മേ, സച്ചിങ്ങള്. സച്ചി സച്ചി അതെ, വന്നേ. വാ. അമ്മേ, നീ ഇങ്ങ് വന്നേ. ആദി, ഇങ്ങോട്ട് വാ. എന്താ മിണ്ടാതെ. അയ്യോ, നമ്മളെ കണ്ട പ്രശ്നമാവല്ലോ. ആദി, വന്നേ. വാ. ഇങ്ങോട്ട് വാ ആദി. എന്താ പ്രശ്നം? ചേട്ടാ, ആ ഫോൺ ചെയ്യുന്ന ആളറിയോ? ദേ. അറിയാം. അല്ല, അയാൾ എന്തിനാ ഇവിടെ വന്നേന്നറിയോ? അയാൾ ഈ സ്കൂളിന്റെ ബസ് ഡ്രൈവറാ. ഇന്ന് വന്നേ ഉള്ളൂ. താൽക്കാലിക ഒഴിവൊക്കെ അറിയാതാ. ആദി, വാ. ശരി ചേട്ടാ, നീ ഇങ്ങോട്ട് വാ. പറഞ്ഞ കേക്ക് ആദി. അമ്മ, ക്ലാസ് ഇപ്പൊ തുടങ്ങുന്നു. നീ ഇങ്ങോട്ട് വന്നേ ആദി. ചേട്ടാ, പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. എന്തു? ഒന്നുമില്ല, പെട്ടെന്ന് പോവാം.